ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും ഇടയിലുള്ള ആഴക്കടൽ മേഖല ഇപ്പോൾ ആഗോള ഊർജ്ജ ഭൂപടത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടർന്ന ഇന്ത്യയുടെ ഹൈഡ്രോ കാർബൺ പരിവേഷണ മേഖലയിൽ ആൻഡമാൻ കടൽ ഒരു വലിയ വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും. ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടൽ തീരങ്ങൾ പരിവേഷണം ചെയ്യപ്പെടാതെ കിടന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിവേഷണ പദ്ധതികളിലൊന്നിലേക്ക് ഇന്ത്യ ചുവടുവെക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. ആൻഡമാനിലെ ഈ പുതിയ മുന്നേറ്റം വെറുമൊരു പരിവേഷണമല്ല, മറിച്ച് ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ നിർണായകമായ കുതിച്ചുചാട്ടമാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ എണ്ണ ഉൽപ്പാദനം മുംബൈ ഹൈ പോലെയുള്ള പരിമിതമായ മേഖലകളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പരിവേഷണത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യയുടെ അഭാവവും കടുത്ത നിയന്ത്രണങ്ങളും ഈ മേഖലയെ മന്ദഗതിയിലാക്കി. എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓപ്പൺ എക്രേജ് ലൈസൻസിംഗ് പോളിസി ഈ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 10 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന സെഡിമെന്ററി ബേസിനുകൾ പരിവേഷണത്തിനായി തുറന്നു കൊടുത്തതോടെ ആഗോള നിക്ഷേപകർ ആൻഡമാനിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. മുൻപ് സർക്കാർ തീരുമാനിച്ചിരുന്ന ബ്ലോക്കുകൾക്ക് പകരം കമ്പനികൾക്ക് തന്നെ പരിവേഷണം നടത്താൻ താൽപ്പര്യമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡമാൻ കടലിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ വലിയ പ്രതീക്ഷയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. മ്യാൻമർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ വൻതോതിൽ പ്രകൃതിവാതക ശേഖരമുള്ള മേഖലകളുടെ തുടർച്ചയായാണ് ആൻഡമാൻ തീരമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഒരു സങ്കീർണമായ ടെക്ടോണിക് ആർക്കിൻ്റെ ഭാഗമായ ഈ പ്രദേശം ഹൈഡ്രോ കാർബൺ നിക്ഷേപത്തിന് ഏറെ അനുയോജ്യമാണ്. പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇതിനകം തന്നെ വിജയപുരം 2 എന്ന തങ്ങളുടെ കിണറിൽ പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലാണെങ്കിലും ഈ മേഖലയിൽ സജീവമായ ഒരു പെട്രോളിയം വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നതിന് ഇത് ശക്തമായ തെളിവാണ്. അതുപോലെ തന്നെ ONGCയും തങ്ങളുടെ ആഴക്കടൽ പര്യവേഷണത്തിൽ ശുഭസൂചനകൾ കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ഒരു കണ്ടെത്തൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് വാണിജ്യപരമായി വിജയകരമാകുന്നില്ല. ഗയാന പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് ആഗോള എണ്ണ വിപണിയിൽ വമ്പന്മാരായി മാറിയത് വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കും ഒടുവിലാണ്. ആൻഡമാൻ കടലിലെ പരിവേഷണം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. അവിടെ നിലവിൽ പ്രകൃതിവാതകം ശുദ്ധീകരിക്കാനോ വിതരണം ചെയ്യാനോ ഉള്ള പൈപ്പ് ലൈൻ ശൃംഖലകളോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കണ്ടെത്തുന്ന നിക്ഷേപം അത്രമേൽ വലുതാണെങ്കിൽ മാത്രമേ അവിടെ വൻതോതിലുള്ള പുതിയ നിക്ഷേപം നടത്താൻ കമ്പനികൾ തയ്യാറാവുകയുള്ളൂ. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരമൊരു പുതിയ തുടക്കത്തിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ മൂലധനം ആവശ്യമാണ്. ലാഭകരമായ രീതിയിൽ ഉൽപ്പാദനം തുടങ്ങണമെങ്കിൽ കണ്ടെത്തുന്ന ശേഖരത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വെറുമൊരു ബിസിനസ് താൽപ്പര്യമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ തന്ത്രപരമായ സുരക്ഷാ വിഷയമാണ്. നിലവിൽ ഭാരതം തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 88% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ആഗോള വിപണിയിലെ വിലക്കയറ്റവും യുദ്ധ സാഹചര്യങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാറുണ്ട്. ആൻഡമാൻ മേഖലയിൽ നിന്ന് ഒരു മിതമായ അളവിലെങ്കിലും എണ്ണയോ വാതകമോ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വിദേശ നാണ്യ ശേഖരത്തിന് വലിയ ആശ്വാസമാകും. കൃഷ്ണ ഗോദാവരി തടം വികസിച്ചു വന്ന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം വലിയ പദ്ധതികൾക്ക് വലിയ സമയവും ക്ഷമയും ആവശ്യമാണെന്നാണ്. സർക്കാർ നയങ്ങളിൽ വന്ന മാറ്റമാണ് ഈ പുതിയ ഉണർവിന് പിന്നിലെ മറ്റൊരു ഘടകം. ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിംഗ് പോളിസി പ്രകാരം കമ്പനികൾക്ക് ലഭിക്കുന്ന വരുമാന വിഹിത വ്യവസ്ഥ ലളിതമാക്കിയിട്ടുണ്ട്. കൂടാതെ കഠിനമായ ഭൂപ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഗ്യാസിന് വിപണി വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. പരിവേഷണം നടത്തുന്ന കമ്പനികൾക്ക് നാഷണൽ ജിയോളജിക്കൽ ഡേറ്റ റിപ്പോസിറ്ററി വഴി ഡേറ്റ ലഭ്യമാകുന്നത് വഴി കൃത്യമായ പ്ലാനിംഗ് നടത്താനും സാധിക്കുന്നു. ഇത് വിദേശത്തുള്ള വലിയ എണ്ണ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. എണ്ണ ഖനന മേഖലയിലെ പ്രശസ്തമായ ആഗോള കമ്പനികളുമായി സഹകരിച്ചാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആൻഡമാൻ കടൽ തീരത്തെ ഈ പര്യവേഷണങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ജൈവ വൈവിധ്യത്തിന് പ്രാധാന്യമുള്ള ആൻഡമാൻ മേഖലയിൽ വൻതോതിലുള്ള എണ്ണ ഖനനം നടക്കുമ്പോൾ കടൽ പരിസ്ഥിതിയെ അത് എങ്ങനെ ബാധിക്കും എന്നത് ഗൗരവകരമായി കാണേണ്ടതുണ്ട്. ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിസ്ഥിതി ആഘാതം കുറച്ചുകൊണ്ടുള്ള പര്യവേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖനനം മാത്രമേ അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അധികൃതർക്കുമുണ്ട്. ഇതിനായി അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹകരണവും ഇന്ത്യ തേടുന്നുണ്ട്. പലപ്പോഴും പര്യവേഷണങ്ങൾ പരാജയപ്പെടാറുള്ള ഒരു മേഖലയാണ് എണ്ണ ഖനനം. 10 കിണറുകൾ കുഴിച്ചാൽ അതിൽ 1-2 എണ്ണത്തിൽ മാത്രമേ വാണിജ്യപരമായി വിജയിക്കുന്ന ശേഖരം കണ്ടെത്താൻ കഴിയാറുള്ളൂ. എന്നാൽ പരാജയഭീതി മൂലം പര്യവേഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഊർജ്ജ ഭാവിക്ക് ഭീഷണിയാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ആൻഡമാൻ കടലിൽ ഇപ്പോൾ കാണുന്ന ശുഭസൂചനകൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കം മാത്രമാണ്.
ദശകങ്ങളായി നിശ്ചലമായിരുന്ന ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടം ആൻഡമാനിലൂടെ മാറുകയാണ്. ചുരുക്കത്തിൽ ആൻഡമാൻ കടലിലെ ഈ പര്യവേഷണ നീക്കം ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഇത് വെറുമൊരു ലാഭക്കച്ചവടമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ വികസനത്തെയും സ്വാധീനിക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ്. വിജയപുരം 2-ലും ONGCയുടെ പരീക്ഷണങ്ങളിലും കണ്ട പ്രത്യാശകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. എങ്കിലും ഇന്ത്യയുടെ ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ വിലാസം കൂടി ലഭിച്ചിരിക്കുന്നു. ആൻഡമാനിലെ ആഴക്കടലിൽ നിന്ന് ഉയരുന്ന വാതക കുമിളകൾ ഇന്ത്യയുടെ അടുത്ത വ്യവസായ വിപ്ലവത്തിന് കരുത്തു പകരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഊർജ്ജ രംഗത്ത് വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ ഈ പുതിയ യാത്ര സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.